കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ നേതാവായി പ്രവർത്തനം കഴിഞ്ഞ കോർപ്പറേഷന്റെ മേയറായൊക്കെ പ്രവർത്തിച്ച ടി.ഒ. മോഹനൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ടി.ഒ. മോഹനൻ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരു അനിശ്ചിതത്വത്തിനൊടുവിൽ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം ഔദ്യോഗികമായി ടി.ഒ. മോഹനന്റെ പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. എന്താണ്, മത്സരത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പാർട്ടിയുടെ ഏത് മേഖലകളിൽ നിന്നും ഏത് നേതാവിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അങ്ങനെ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ പ്രതികരണങ്ങൾ എനിക്ക് നടത്താൻ വേണ്ടി പറ്റൂ. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വം ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന ഒരു പാർട്ടി പ്രവർത്തകരുടെ കടമ നിർവഹിക്കുക എന്ന നിലയിലേക്ക് മാത്രമാണ് ഇപ്പോഴും എൻ്റെ ചിന്ത. അപ്പോൾ പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ആരെ പ്രഖ്യാപിച്ചാലും ആ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക. അത് എൻ്റെ പേരാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. നിലവിൽ ഔദ്യോഗികമായി ആരെങ്കിലും അറിയിച്ചിട്ടില്ല? ഇല്ലില്ല, ഔദ്യോഗികമായ യാതൊരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന രീതിയിൽ ഏറെ അനിശ്ചിതത്വം നിലനിന്നു. K.സുധാകരൻ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് പോവുകയും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം അറിയിക്കുകയും അദ്ദേഹത്തിന്റെ പേര് ഉയർത്തിക്കൊണ്ട് പോസ്റ്ററുകൾ, ബാനറുകൾ, അവസാനം പന്തംകൊളുത്തി പ്രകടനം ഉൾപ്പെടെ നടന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥി നിർണയം, അതിനുശേഷം ഇപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളിയുണ്ടോ കണ്ണൂർ സീറ്റിൽ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ അസംബ്ലി സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ആര് സ്ഥാനാർത്ഥിയായാലും അത് നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം, ആ ദുർഭരണം സഹിച്ച അല്ലെങ്കിൽ മടുത്തു നിൽക്കുന്ന ജനങ്ങൾ, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ജനങ്ങളാണ്. ആ ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമായി പ്രതിഫലിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും. അത് സ്ഥാനാർത്ഥി നിർണയം എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഒരു വലിയ നീണ്ട പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് ഒരുപക്ഷെ ചെല്ലുന്നോ 2 ദിവസം കാലതാമസം ഉണ്ടായി. K.സുധാകരൻ താങ്കളുടെ പിന്തുണയുമായി ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, ഞാൻ ഒരു നേതാവും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം, കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാം, എൻ്റെ പ്രവർത്തന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നവരാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നേതൃത്വം എന്തു പറയുന്നു ആ പറയുന്നത് അനുസരിക്കുക, അച്ചടക്കമുള്ള പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കുക എന്നൊരു സമീപനമാണ് എല്ലാ കാലത്തും ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായിട്ട് ആശയവിനിമയം മുന്നേ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇത് അന്തിമമായിട്ടൊരു തീരുമാനം എത്തി എന്ന രൂപത്തിൽ മാധ്യമങ്ങളിൽ ചില കാര്യങ്ങൾ കാണുന്നു എന്നതൊഴിച്ചാൽ എനിക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അങ്ങനെ കൂടുതൽ പ്രതികരിക്കാൻ കഴിയുക എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും സുധാകരന്റെ ഉൾപ്പെടെ കണ്ണൂരിൽ അങ്ങനെ ഒരു ശക്തമായ പിന്തുണ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് K.സുധാകരൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏത് ഘട്ടത്തിലും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന്, പ്രത്യേകിച്ച് CPM പോലൊരു പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന ഏത് പ്രവർത്തനവും അത് തെറ്റായ രൂപത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയെ ദോഷകരമായി ബാധിക്കുന്ന എല്ലാറ്റിലും മുന്നിൽ നിന്ന് പടനയിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ K.സുധാകരൻ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ മുന്നണിയെ ശക്തിപ്പെടുത്താൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ, പ്രത്യേകിച്ച് എല്ലാ കാലഘട്ടമുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. അതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള രൂപത്തിൽ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം എൻ്റെ ഓരോ പ്രവർത്തനത്തിലും ഒക്കെ തന്നെ കൂടെ നിന്ന ആളാണ്. അപ്പോൾ എൻ്റെ എന്നുള്ളതല്ല, ആരെ പ്രഖ്യാപിച്ചാലും അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിലുണ്ടാകുന്നതിൽ അദ്ദേഹത്തെ യാതൊരു തരത്തിലും ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല, അദ്ദേഹം ഉണ്ടാകും. എന്തായാലും അതുതന്നെയാണ് ടി.ഒ. മോഹനൻ പറയുന്നത്. K.സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഏത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലും അവർക്കുണ്ടാകും. അതുപോലെ തന്നെ മത്സരത്തിന് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഒരു ശക്തമായ UDF സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞതാണ്. ആ തരത്തിലേക്ക് ഇപ്പോൾ ഒരു അന്തിമമായിട്ടുള്ള ഒരു പട്ടികയിലേക്ക്, പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ലഭിച്ചിട്ടില്ല, പക്ഷേ പ്രഖ്യാപനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കളത്തിലിറങ്ങും. അതിന് റെഡിയാണ് UDF, ആകെ റെഡിയാണ്, ടി.ഒ. മോഹനൻ റെഡിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ബൈഷ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.